ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു ജാപ്പനീസ് തായ്ലൻഡ് ഫുഡൊക്കെ കഴിക്കാനായി കഫേ ഡി ബാങ്കോക്ക് കൊച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മെനു കാർഡ് സ്കാൻ ചെയ്യാനായിട്ട് തന്നു. അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി. അതിൽ കുറേ ഐറ്റംസ് ഉണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. എങ്കിലും നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ഐറ്റംസ് വാങ്ങി. അതിൽ ഫസ്റ്റ് വണ്ണാണ് ജാപ്പനീസ് ചിക്കൻ യോസ. ഞാൻ വേറെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നല്ല. സാധാ നമ്മുടെ മോമോസിൻ്റെ ഒരു ലുക്ക്. പിന്നെ 3 സോസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുക, അത്രയേ ഉള്ളൂ. എന്നാലും കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ. അതിൻ്റെ ഒരു ടെക്സ്ചർ ആകെ ഒട്ടിപ്പിടിയൻ ടെക്സ്ചർ പോലെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കി. അതിനുള്ളിൽ ചിക്കൻ ഫില്ലിങ് ശരിക്കും നമ്മുടെ മോമോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ ഐറ്റം വന്നത് കോക്കനട്ട് ഷ്രിംപ് റോളാണ്. അത് നമ്മൾ കുക്കഡാണ് വാങ്ങിച്ചത്, കാരണം നമുക്കല്ലാതെ കഴിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അതിന് വേണ്ട സ്റ്റിക്കൊക്കെ തന്നു. നമുക്കത് ഓപ്പൺ ചെയ്യാൻ, പൊളിച്ചെടുക്കാൻ തന്നെ ഞാൻ കുറച്ച് പാടുപെട്ടു. അവസാനം ഇവിടുന്നൊക്കെ വലിച്ചിത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വേറെ തരുമെന്നൊക്കെ ടെൻഷനായി. ലാസ്റ്റ് നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് തന്നെ ഈ പണി ചെയ്യിപ്പിച്ചു, അല്ലാതെ നമുക്കിത് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അതൊക്കെ പിടിച്ച് വലിയ ഷോ ഒക്കെ കാട്ടി കഴിച്ചു നോക്കി. സാധനം കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയിട്ടാണ് ബാക്കിയുള്ളവർ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സ്റ്റിക്ക് വന്നു. ഞാൻ സ്റ്റിക്കൊന്നും പിടിച്ചില്ല. സിച്ചുവാൻ മല ബ്രോത്ത് പുൾ ബീഫ് റാമൻ വന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ അതും ഓക്കെയെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും അത് കഴിച്ചു. പിന്നെ നമ്മുടെ ലാസ്റ്റ് വൺ ഈസ് മാംഗോ സ്റ്റിക്കി റൈസ്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അത് നമ്മൾ ആരും കഴിച്ചില്ലെങ്കിലും ഞാൻ മൊത്തം തീർത്തേനെ, പക്ഷെ എല്ലാവരും അതിൽ നിന്ന് കൈയിട്ട് മതി. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ എല്ലാ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ടാറ്റ ബൈ ബൈ പറഞ്ഞു. നമ്മൾ ഇനി നെക്സ്റ്റ് അടിപൊളി വേറൊരു കഫേയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.